Hi students, welcome to the class for Advertisement and Sales Management. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. പ്രധാനമായിട്ടും നമ്മൾ അഡ്വർടൈസിങ്ങും അതുപോലെ തന്നെ സെയിൽസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഏരിയാസാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അതായത് അഡ്വർടൈസിങ്ങിൻ്റെയും സെയിൽസ് പ്രൊമോഷൻ്റെയും സ്ട്രാറ്റജി, കോൺസെപ്റ്റ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് 5 മൊഡ്യൂൾസാണ് വരുന്നത്. ഫസ്റ്റ് നമ്മുടെ അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. സെക്കൻഡ് അഡ്വർടൈസ്മെൻറ്റ് അപ്പീൽ ആൻഡ് മീഡിയ, ദെൻ അഡ്വർടൈസിങ് റിസർച്ച്, ഫോർത്ത് മൊഡ്യൂൾ സെയിൽസ് പ്രൊമോഷൻ ആൻഡ് ഫൈനൽ മൊഡ്യൂൾ പേഴ്സണൽ സെല്ലിംഗ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അഡ്വർടൈസിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താണ് അഡ്വർടൈസിങ്, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അഡ്വർടൈസിങ്ങിൻ്റെ നീഡ് എന്താണെന്നൊക്കെ ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. അഡ്വർടൈസിങ് എന്ന് പറയുന്ന ആ ഒരു ടേം ഡെറൈവ് ചെയ്തിട്ടുള്ളത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതായത് അഡ്വർട്ടിയർ എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള അല്ലെങ്കിൽ അഡ്വർടൈസിങ് എന്നുള്ള ഒരു വേർഡ് വന്നിട്ടുള്ളത്. അഡ്വർട്ടിയർ മീൻസ്, അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ്, വേർത്തിയർ, 2 ടേംസുകളാണ്. ആഡ് മീൻസ് ടു ആൻഡ് വേർത്തിയർ മീൻസ് ടേൺ. അതായത് അഡ്വർടൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടേണിങ് അറ്റൻഷൻ ടു സംതിങ് അല്ലെങ്കിൽ ഡ്രോയിങ് അറ്റൻഷൻ ടു സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് ശ്രദ്ധ ആകർഷിപ്പിക്കുവാനാണ് നമ്മൾ അഡ്വർടൈസിങ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. പല കാര്യങ്ങൾ നമ്മൾ അഡ്വർടൈസിങ് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാറുണ്ട്, അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാകാറുണ്ട്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശവും. ആ ഒരു മീനിങ്ങിൽ നിന്നാണ് അഡ്വർടൈസിങ് എന്നുള്ള ഒരു ടേം ഡെറൈവ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് കമ്പനീസ് അവരുടെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ കമ്പനിയുടെ ഒരു ബ്രാൻഡ് ഇമേജ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനും പ്രോഡക്റ്റുകളെക്കുറിച്ചുള്ള പല ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുമെല്ലാം ഒരു ബെസ്റ്റ് വേ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് അഡ്വർടൈസിംഗ് ആണ്. അഡ്വർടൈസിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഒരുപാട് ആളുകളിൽ അല്ലെങ്കിൽ ടാർജറ്റ് കസ്റ്റമേഴ്സിലേക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനെ കുറിച്ചുള്ള, ഒരു കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എത്തിക്കുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു മേക്ക് സച്ച് മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദി ടാർജറ്റ് മാർക്കറ്റ്. കമ്പനിക്ക് മാത്രമല്ല, കൺസ്യൂമേഴ്സിനും ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇറ്റ് ബെനിഫിറ്റ്സ് ദ പ്രൊഡ്യൂസർ, അതുപോലെ തന്നെ ഇറ്റ് എഡ്യൂക്കേറ്റ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻ, ഏതൊക്കെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്, പല കാര്യങ്ങളും അവെയർ ആക്കാൻ ഈ അഡ്വർടൈസ്മെൻറ്റ് കൺസ്യൂമേഴ്സിനെ സഹായിക്കുന്നുണ്ട്. സോ ഇറ്റ് എഡ്യൂക്കേറ്റ്സ് കൺസ്യൂമേഴ്സ് ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് ദ സെയിൽസ്മാന് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൺസ്യൂമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഡീറ്റെയിൽസും കൺസ്യൂമേഴ്സിന് അഡ്വർടൈസ്മെൻറ്റ് വഴി കിട്ടുന്നുണ്ട്. അപ്പം ഇത് ആ സെയിൽസ്മാനെ അവരുടെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് സെയിൽസ്മാനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് ദ കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും ഒരു ലിങ്കായിട്ടാണ് ഈ അഡ്വർടൈസിങ് ആക്ട് ചെയ്യുന്നത് നമുക്ക് പറയാം. അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ പേഴ്സണലാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു പേഴ്സൺ അല്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പേഴ്സണിനോടല്ല ഇതിൻ്റെ അകത്തൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആകണമെന്നുണ്ടെങ്കിൽ 2 സൈഡിലും പേഴ്സൺസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഇവിടെ ഒരു സ്പെസിഫിക് പേഴ്സണെന്നോ അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ടോ അല്ല ഇതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇറ്റ് മേ ബി ഇമേജ് ആകാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ആകാം, അല്ലേ? ഇത് ഒരു പേഴ്സൺ കേൾക്കാനുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാം ഈ അഡ്വർടൈസ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാം. ഏറ്റവും വലിയ ബെനിഫിറ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് ഈസ് കവറിങ് എ ലാർജ് ടാർജറ്റ് ടു മാർക്കറ്റ് വെയർ കസ്റ്റമേഴ്സ് ആർ സ്കാറ്റേർഡ് ഓവർ വാസ്റ്റ് ഏരിയ എന്നുള്ളതാണ്. അതുമാത്രമല്ല, വളരെ സ്പീഡി ആയിട്ട് കസ്റ്റമേഴ്സിന് ഒരു ഇൻഫർമേഷൻ റീച്ച് ചെയ്യാൻ അഡ്വർടൈസിംഗ് ആണ് ഏറ്റവും നല്ല വേ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിക്ക് അവരുടെ സെയിൽസ് മാക്സിമം ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രോഡക്റ്റിൻ്റെ പോസിറ്റീവ് ലൈറ്റിൽ കൺസ്യൂമേഴ്സിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ അഡ്വർടൈസിംഗ് സഹായിക്കുന്നുണ്ട്. So it's a marketing tool for presentation and promotion of ideas, goods and services, and it create a good impression on the target audience. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ജനറലായിട്ട് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് അഡ്വർടൈസിങ്ങിനെ കുറിച്ച് പറയാവുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് അഡ്വർടൈസിങ്ങിൻ്റെ ഒരു മീനിങ് പോയിന്റ് വൈസ് നമുക്ക് പറഞ്ഞു നോക്കാം. എന്തൊക്കെയാണ് അഡ്വർടൈസിങ്ങിൽ ജനറലായിട്ട് ആ ഒരു അഡ്വർടൈസിങ് എന്നതുകൊണ്ടുള്ള മീൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. First point, we can say that it's a mass communication reaching a large group of consumers. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളിൽ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വേ ആണ്. സോ ഇറ്റ്സ് എ മാസ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി.
Then it's a non-personal communication. Why it can be called as a non-personal communication? Because it's not delivered to an actual person nor addressed to a specific person. ഒരു പ്രത്യേക ആളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ഒരു അഡ്വർടൈസിങ് കൊടുക്കുന്നത്. അത് മാത്രമല്ല ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഒരാളാകണമെന്നില്ല. എന്താണ്, ഒരു ഇമേജ് ആകാം, വീഡിയോ ആകാം. അതുകൊണ്ട് ഇതൊരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻ. കൊമേഴ്ഷ്യലാണ് അല്ലേ. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെയിൽസ് നടത്തുക, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക. ഇതാണല്ലോ കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷനാണ്. ബിക്കോസ് ഇറ്റ് അഷ്യൂർസ് ദ അഡ്വർടൈസർ എ ലോങ് ബിസിനസ് ലൈഫ് വിത്ത് പ്രോഫിറ്റബിൾ സെയിൽസ്. കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഇതിനെക്കുറിച്ചൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ലോങ് ടേമിൽ അവരുടെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് വാങ്ങാനായിട്ട് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് ഇതൊരു കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷനാണ്. ദെൻ ഇറ്റ് ഈസ് വെരി സ്പീഡി, പെർമിറ്റിംഗ് ആൻ അഡ്വർടൈസർ ടു സ്പീക്ക് ടു മില്യൺസ് ഓഫ് ബയേഴ്സ് ഇൻ ഫ്യൂ അവേഴ്സ്. വളരെ സ്പീഡിയാണ്. നമുക്ക് എന്താണ്, എത്ര പെട്ടെന്ന് ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഉള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ സാധിക്കും. വെരി സ്പീഡിയാണ്. ദെൻ ഇറ്റ്സ് ഐഡൻറ്റിഫൈഡ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ്, എന്തിനെക്കുറിച്ചാണ്, ഇതൊക്കെ വളരെ ഐഡൻറ്റിഫയബിൾ ആണ്. The advertiser shows his name in advertisement for the purpose of publicizing his identity. ഇത് ആരുടെ പ്രോഡക്റ്റ് ആണ്, ഏത് കമ്പനിയുടെ ആണ് എന്നൊക്കെ ഉള്ളത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അഡ്വർടൈസ്മെൻറ്റിലൂടെ. സോ ഇറ്റ്സ് എൻ ഐഡൻറ്റിഫൈഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നമുക്ക് ജനറലായിട്ട് അഡ്വർടൈസിങ്ങിനെ കുറിച്ച് ഈ മീനിങ്സ് ഒക്കെ പറയാം. നമുക്കിതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. According to Wheeler, advertising is any form of paid and non-personal presentation of ideas, goods or services for the purpose of inducing people to buy. അപ്പോൾ അഡ്വർടൈസിങ് വീലറിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ നോക്കുന്നത്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് നോൺ പേഴ്സണൽ ആയിട്ടുള്ള ഐഡിയാസിൻ്റെയും ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയും നമുക്ക് അഡ്വർടൈസിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് ആളുകളെ പ്രേരിപ്പിക്കുക, സാധനങ്ങളും അല്ലെങ്കിൽ ഗുഡ്സ്, സർവീസസ് ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ആളുകളെ ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അഡ്വർടൈസിങ്ങിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീനിങ്. So it's any form of paid non-personal communication. It's a paid form of communication. അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ഡിഫറെൻറ്റ് മീഡിയാസിലൂടെ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പോൺസർ അതിന് പേയ്മെൻറ്റ് കൊടുക്കണം. സോ ഇറ്റ്സ് എ പെയ്ഡ് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ഓഫ് ഐഡിയാസ്, ഗുഡ്സ്, സർവീസസ് ഫോർ ഇറ്റ്സ് പർപ്പസ് ഈസ് inducting people to buy the product. Then we can discuss the two meanings, the two terms, that is advertising and advertisement. What is the difference between advertising and advertisement? നമ്മൾ രണ്ട് വേർഡും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. അഡ്വർടൈസിംഗ് എന്നും അഡ്വർടൈസ്മെൻ്റ് എന്നും ഒക്കെ പറയാറുണ്ട്. ബട്ട് ദേ ആർ ഫണ്ടമെൻ്റലി ഡിഫറെൻറ്റ്. രണ്ടും രണ്ട് സെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി. പക്ഷേ നമ്മൾ ജനറലി ഇതും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു നൗൺ എന്നുള്ളൊരു സെൻസിലും നമ്മൾ അഡ്വർടൈസിങ് യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ ജെറണ്ട്, എ വെർബ് ഫോം വിച്ച് ഫങ്ഷൻ ആസ് എ നൗൺ. ഒരു വേർബാണ്, പക്ഷേ അത് നൗൺ എന്നുള്ള ഒരു രീതിയിലാണ് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ടേമാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ബട്ട് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് നൗണാണ്. അഡ്വർടൈസിങ് നമുക്ക് ഒരു നൗണായിട്ടും യൂസ് ചെയ്യാം, ഒരു വേർബായിട്ടും പറയാം. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റ്ലി ഒരു നൗൺ തന്നെയാണ്. അപ്പം നമുക്ക് ജനറലി പറഞ്ഞാൽ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡിയ നമ്മളൊരു ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് പ്രൊമോഷൻ ഓഫ് സംതിങ്, യൂഷ്വലി എ പ്രോഡക്റ്റ് ഓർ സർവീസ് ത്രൂ ഡിഫറെൻറ്റ് മീഡിയ. ആ ആക്ടിനെയാണ് നമ്മൾ അഡ്വർടൈസിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ്സ് എ ജനറൽ ടേം ദാറ്റ് എൻകമ്പോസസ് ദ എൻറ്റയർ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് അഡ്വർടൈസിങ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് മേക്കിംഗ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആക്ട് ഓർ റിസൾട്ട് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൻ്റെ റിസൾട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അഡ്വർടൈസിങ്ങിൻ്റെ എൻഡ് പ്രോഡക്റ്റിനെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. Advertisement is a noun used to denote a video or image of a product or service displayed to induce the target customers to buy it. ഒരു പ്രോഡക്റ്റ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, ഇമേജോ ആകാം. അത് എന്ന് പറയുന്ന അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു റിസൾട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഔട്ട്കം ഓർ റിസൾട്ട് ഓഫ് ദി പ്രോസസ് ഓഫ് അഡ്വർടൈസിങ്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ടേമിന് ഷോർട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ആഡ്, അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്?
നമുക്ക് ആ മീനിങ് അതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു നൗണുമാണ് എന്നുള്ളത്. ദെൻ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡ്വർടൈസിങ് നമുക്ക് 5 മാർക്കിനോ എസ്സേ ആയിട്ടോ ഒക്കെ ചോദിക്കാം. എന്തൊക്കെയാണ് അഡ്വർടൈസിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്നുള്ളത്. അതിനു മുമ്പ് നമുക്ക് അഡ്വർടൈസിങ് എന്നുള്ള അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ആയത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഒറിജിനെ കുറിച്ച് ജസ്റ്റ് ഷോർട്ടായിട്ട് നമുക്കൊന്ന് പറയാം. അങ്ങനെ ഒരു എക്സാക്റ്റ് പീരീഡ് ഒന്നും നമുക്ക് അഡ്വർടൈസിങ്ങിൻ്റെ എവല്യൂഷനെ കുറിച്ച് പറയാൻ പറ്റില്ല. പല രീതിയിൽ അഡ്വർടൈസിങ് പണ്ടൊക്കെ തീർച്ചയായിട്ടും വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കും അഡ്വർടൈസിങ്, അതായത് ഉറക്കെ പ്രോഡക്റ്റിനെ കുറിച്ച് വിളിച്ചു പറയുക, ആ ഒരു രീതി ആയിരിക്കാം അഡ്വർടൈസിങ് അതിൻ്റെ ഒരു ഇനിഷ്യൽ ഫോം എന്ന് പറയുന്നത്. എന്നാലും അതൊരു കൊമേഴ്ഷ്യൽ ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ക്ലാസിഫൈഡ് ഫോമിലേക്കൊക്കെ ഒരു 17th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴാണ് അങ്ങനെ ഒരു ഫോമിലേക്ക് ഡെറൈവ് ചെയ്തത്. അതിനു മുമ്പ് പിന്നെ വാൾ പെയിൻറ്റിങ്സും ഒക്കെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. അപ്പം ഒരു ഔട്ട്ഡോർ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൗൺ ക്രയേഴ്സ് ആയിരുന്നു. അതായത് പ്രോഡക്റ്റിനെ കുറിച്ച് പിന്നെ വളരെ പുകഴ്ത്തി പറയാൻ മെർച്ചൻസ് തന്നെ ചില ആളുകളെയൊക്കെ ഏർപ്പാട് ചെയ്യുന്നു. പ്രോഡക്റ്റിനെ കുറിച്ച് കാര്യം അത് വന്ന് സാധനങ്ങൾ ആളുകളെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിട്ട് അവരെ ടൗൺ ക്രയേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതായിരിക്കാം ഇനിഷ്യൽ ഫോം ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വലിയ സ്റ്റഡീസ് ഒന്നും നടന്നിട്ടില്ല അതിൻ്റെ ഇനിഷ്യൽ ഫോമിനെ കുറിച്ചൊന്നും. എന്നാലും നമ്മളുടെ ആ ഒരു ഗസ് വർക്ക് അങ്ങനെയാണ്. പിന്നെ 15th 16th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴത്തേക്കും പോസ്റ്റേഴ്സ് സർക്കുലേഴ്സ് പ്രോഡക്റ്റിനെ കുറിച്ച് പോസ്റ്റേഴ്സ് സർക്കുലേഴ്സൊക്കെ കൂടുതൽ ഫെമിലറൈസ് ആയി. അപ്പോൾ അതിലൂടെയൊക്കെ ഒരുപാട് പ്രോഡക്റ്റുകളുടെ അഡ്വർടൈസ്മെൻറ്റുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ഇംഗ്ലണ്ടിനാണ് ഫസ്റ്റ് ഒരു ന്യൂസ് പേപ്പറിൽ ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ് വന്നു തുടങ്ങിയത്. പിന്നീട് അമേരിക്കയിലൊക്കെ ഒരു 19th സെഞ്ച്വറി ആയപ്പോഴാണ് ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ് പോപ്പുലറായി തുടങ്ങിയത്. അത് സ്മോൾ പ്രിൻറ്റ് മെസ്സേജസ് ആണ്. നമ്മൾ ഇന്നും ഈ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട് ന്യൂസ് പേപ്പറുകളിലൊക്കെ, ചെറിയ സ്മോൾ പ്രിൻറ്റ് മെസ്സേജസ് അതായിരുന്നു. പിന്നെ ഇന്ത്യയിൽ നമുക്ക് നോക്കിയാൽ ഹോക്കേഴ്സും പെഡ്ലേഴ്സും ഒക്കെയാണ് പിന്നെ ഈ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയിരുന്നത്. അതായത് പബ്ലിക് ഔട്ട് ക്രൈ, ഉറക്കെ അവരുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആളുകൾ അത് കേട്ടിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് വരും. അപ്പം അങ്ങനെ ആളുകളെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു പണ്ട് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയായിരുന്നു. അപ്പം അത് മാത്രമല്ല ഇന്ത്യയിൽ നമുക്ക് ഇങ്ങനെ ഓരോന്ന് പ്രസൻറ്റ് ചെയ്യാൻ റോക്ക് ആർട്ടൊക്കെ വളരെയധികം പിന്നെ ഒരു ട്രഡീഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 4000 BC ഒക്കെ ആയപ്പോഴും നമ്മൾ റോക്ക് ആർട്ട് അല്ലേ, പാറകളിലൊക്കെ ഭയങ്കര ആർട്ട് കൊത്തുപണികളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതായിരിക്കാം അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു റൂട്ട് വാൾ എന്ന് പറയുന്നത്, വാൾ പെയിൻറ്റിങ്ങിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് അതാകാം, അതിനെ ബേസ് ചെയ്താകാം. അങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ ഒരു ബെറ്റർ വേ ആണ് ഈ റോക്ക് ആർട്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇന്ത്യയിൽ ഒരു നമ്മുടെ പ്രൊഫഷണൽ അഡ്വർടൈസിങ് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ് ഫസ്റ്റ് ഇന്ത്യൻ ന്യൂസ് പേപ്പറിൽ വന്നതാണ്. ഫസ്റ്റ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ബംഗാൾ ഗസറ്റാണ്. ജാനുവരി 29, 1708 അത് പബ്ലിഷ് ചെയ്തത്. അതിൻ്റെ അകത്ത് ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെൻറ്റ് വന്നിരുന്നു. പിന്നെ ഒരു അഡ്വർടൈസിങ് ഏജൻസി എന്ന് പറയുന്നത് 1905 ദത്താറാം ആൻഡ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തതായിരുന്നു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അഡ്വർടൈസിങ്ങിൻ്റെ ജനറലായിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. അപ്പം ഒറിജിൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് അതൊരു ഇതായിട്ട് എഴുതാം. 5 മാർക്കിന് വല്ലതും ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ഓരോ പോയിൻറ്റ്സുകളൊന്ന് നോക്കാം. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് നമ്മൾ ജനറലായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു പോയി. എന്തൊക്കെയാണ് ആ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇതെല്ലാം നമ്മൾ ആ നേച്ചറിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് പെർസ്വേഷൻ ആൻഡ് എക്സ്ചേഞ്ച്. പെർസ്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക. അഡ്വർടൈസിങ്ങിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആളുകളെ പ്രേരിപ്പിക്കുക, കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുക, അവർ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയി അതിൻ്റെ എക്സ്ചേഞ്ച് നടത്തുക, കമ്പനിക്ക് അതിൻ്റെ പിന്നെ ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുക, ആ ഒരു എക്സ്ചേഞ്ച് നടത്തുക എന്നുള്ളതാണ് അഡ്വർടൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ അഡ്വർടൈസ്മെൻറ്റ് എയിം ടു പെർസ്വേഡ് കസ്റ്റമേഴ്സ് ഇൻ എ സർട്ടൺ വേ. ബേസിക് നേച്ചർ ഓഫ് അഡ്വർടൈസിങ് ഈസ് പെർസ്വേഷൻ ആൻഡ് എക്സ്ചേഞ്ച്. അപ്പോൾ പെർസ്വേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ആണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത്. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ, ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ആളുകളുടെ അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ആളുകൾക്കിടയിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവരെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് അവരെ ഇൻഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക, കസ്റ്റമേഴ്സിൻ്റെ ബൈയിങ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശങ്ങളാണ്.
അപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകാനായിട്ടാണ് നമ്മൾ അഡ്വർടൈസിങ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ലാർജ് സ്കെയിൽ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ ഡിപ്പെൻഡൻസ് ഓൺ മീഡിയ. തീർച്ചയായിട്ടും അഡ്വർടൈസ്മെൻറ്റ് പല മീഡിയാസിലൂടെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. നമ്മൾ ടി വിയിലൂടെ കാണാറുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, പല പോസ്റ്റേഴ്സുകളിൽ വരാറുണ്ട്, റേഡിയോയുണ്ട്, അങ്ങനെ പല മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മളൊരു സ്പോൺസേഴ്സ് അതിനൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് ഫുള്ളി ഡിപ്പെൻഡ് ഓൺ മീഡിയ. Advertisers use various media favored by the target audience. Traditionally, medias എന്ന് ഉദ്ദേശിക്കുന്നത് ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെയാണ്. ബട്ട് ഇൻ ദ മോഡേൺ ടൈംസ് മീഡിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ഫോൺ വഴിയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സുകളും ഇതുപോലെ ഓൺലൈനായിട്ട് അഡ്വർടൈസിങ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അഡ്വർടൈസിങ് ഡിപ്പെൻഡൻസ് ഓൺ മീഡിയ. ഇറ്റ്സ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അഡ്വർടൈസിങ് ഫ്രീ ആയിട്ട് ആരും കൊടുക്കത്തില്ല. മീഡിയാസിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ അഡ്വർടൈസിങ് പ്രസൻറ്റ് ചെയ്യത്തുള്ളൂ. സോ ഇറ്റ്സ് എ ഫോം ഓഫ് പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഫേം ഹാസ് ടു പേ ടു ദ മീഡിയ ഫോർ അഡ്വർടൈസിങ് ഇറ്റ്സ് പ്രോഡക്റ്റ്. ദെൻ ഇറ്റ്സ് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ. നമ്മൾ അതിൻ്റെ മീനിങ്ങിൽ ഓൾറെഡി പറഞ്ഞതാണ്. നോൺ പേഴ്സണൽ ക്യാരക്ടറാണ് അല്ലേ. ഇതിൻ്റെ അകത്ത് പേഴ്സണൽ സെയിൽസ്മാൻഷിപ്പ് അല്ലെങ്കിൽ സെയിൽസ്മാൻ ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ സെയിൽസ്മാൻ ഒന്നുമല്ല പറയുന്നത്. അതൊരു ഇമേജോ വീഡിയോയോ ഒക്കെ ആകാം. അത് മാത്രമല്ല ഒരു സ്പെസിഫിക് പേഴ്സണിനോടല്ല ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും പേഴ്സൺസ് നിർബന്ധമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. ഇറ്റ്സ് കമ്മ്യൂണിക്കേറ്റഡ് ടു ഓൾ. എല്ലാവർക്കും വേണ്ടിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നോട്ട് ടു എനി പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. ദിസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ അഡ്വർടൈസിങ് മീഡിയ. അഡ്വർടൈസിങ് മീഡിയാസ് എല്ലാം അങ്ങനെ തന്നെയാണ്, ഒരു നോൺ പേഴ്സണൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇൻ അഡ്വർടൈസ്മെൻറ്റ് ദർ എക്സിസ്റ്റ് എ സ്പോൺസർ. സ്പോൺസർ എന്ന് പറയുന്ന അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കുന്ന ആളെയാണ് നമ്മൾ സ്പോൺസർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്നത്, ഐഡിയാസും മെസ്സേജും അതുപോലെ തന്നെ ഇൻഫർമേഷനും എല്ലാം അദ്ദേഹത്തിൻ്റെ പേരിലാണ് അത് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ദർ എക്സിസ്റ്റ് എ സ്പോൺസർ. ദെൻ ഇറ്റ് ഈസ് ഐഡൻറ്റിഫയബിൾ. സ്പോൺസർ അല്ലെങ്കിൽ അഡ്വർടൈസർ എന്ന് പറയുന്നത് അത് ഈസ് ആൻ ഐഡൻറ്റിഫയബിൾ പേഴ്സൺ. അത് കസ്റ്റമേഴ്സ് ആയാലും അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ആളുകളായാലും അവരെ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫയബിൾ ആണ്. ദ സ്പോൺസർ മെസ്സേജ് ആൻഡ് പ്രസൻറ്റേഷൻ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ റിസീവേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഇത് എന്തിൻ്റെ പ്രോഡക്റ്റാണ്, ഇത് കമ്പനിയുടെയാണ്, ഇത് ആരാണ്, ഇതിൻ്റെ ഫൗണ്ടർ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഐഡൻറ്റിഫയബിൾ. ദെൻ ടാർഗറ്റ് ഓറിയൻറ്റഡ്. തീർച്ചയായിട്ടും അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് പല ഏരിയാസിലുള്ള ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. പല സെഗ്മെൻറ്റ്, അതായത് ഇപ്പം ലേഡീസ് അല്ലെങ്കിൽ മെൻ, അതുപോലെ തന്നെ കിഡ്സ്, അങ്ങനെ പല സെഗ്മെൻറ്റ് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സ്പെസിഫിക് മാർക്കറ്റ് ഓർ സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ക്യാൻ ബി സെലക്റ്റഡ് ഫോർ അഡ്വർടൈസിങ്. ഇപ്പോൾ ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ ടോയ്സ്, ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ കോസ്മെറ്റിക്സ്, ഇതൊക്കെ സ്പെസിഫിക് മാർക്കറ്റ് സെഗ്മെൻറ്റുകളാണ്. അപ്പം ഒരു സ്പെസിഫിക് മാർക്കറ്റ് സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം അഡ്വർടൈസിങ് എപ്പോഴും എഫക്റ്റീവ് ആകുന്നത് ഇത് ടാർഗറ്റ് ഓറിയൻറ്റഡ്, അതായത് ആരെ ഫോക്കസ് ചെയ്യുന്നു അവർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം അഡ്വർടൈസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഈ ടാർഗറ്റ് ഓറിയൻറ്റഡ് അല്ലാതാകുമ്പോഴാണ് അഡ്വർടൈസ്മെൻറ്റ് വേസ്റ്റായി പോകുന്നത്. അപ്പം എപ്പോഴും ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുക. അതുപോലെ അഡ്വർടൈസിങ്ങിനെ നമുക്കൊരു ആർട്ടായിട്ടും സയൻസായിട്ടും പ്രൊഫഷനായിട്ടും കൺസിഡർ ചെയ്യാം. അഡ്വർടൈസിങ് ഒരു ആർട്ടാണ് എന്ന് പറയുന്നതിന് കാരണം ആർട്ടിന് തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റിവിറ്റി ആവശ്യമാണ്. ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾക്ക് അഡ്വർടൈസ്മെൻറ്റ് പലതും നമ്മൾ കണ്ടിട്ടുണ്ട്, അത് വളരെ ക്രിയേറ്റീവാണ് അല്ലേ. നമ്മൾ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ അത്ര നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കാൻ സാധിക്കൂ. ആ ക്രിയേറ്റിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അഡ്വർടൈസിങ് ഒരു ആർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇതൊരു സയൻസ് ആണെന്ന് പറയാം. കാര്യം അഡ്വർടൈസിങ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൺ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്. ചില പ്രിൻസിപ്പിൾസും റൂൾസും ഇതിനെ ബേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സയൻസിൻ്റെ ചില ഫീച്ചേഴ്സും അഡ്വർടൈസിങ്ങിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ ഒരു സയൻസ് ആണെന്ന് പറയാം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ പ്രൊഫഷൻ. ഒരുപാട് പ്രൊഫഷണൽ ബോഡീസ് അഡ്വർടൈസിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ദർ ഇസ് എ കോഡ് ഓഫ് കണ്ടക്ട് ടു മോണിറ്റർ ദ ആക്ടിവിറ്റീസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അപ്പം പ്രൊഫഷൻ്റെ എല്ലാ രീതിയിലുള്ള ഫീച്ചേഴ്സും അഡ്വർടൈസിങ്ങിൽ വരുന്നത് കൊണ്ട് അഡ്വർടൈസിങ്ങിനെ നമുക്കൊരു പ്രൊഫഷനായിട്ടും കൺസിഡർ ചെയ്യാം. സോ അഡ്വർടൈസിങ് ഇസ് ആൻ ആർട്ട്, സയൻസ് ആൻഡ് പ്രൊഫഷൻ. ദെൻ ഇറ്റ്സ് ആൻ എലമെൻറ്റ് ഇൻ മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സ് നമുക്കറിയാം, പ്രൈസ്, പ്രോഡക്റ്റ്, പ്രൊമോഷൻ, പ്ലേസ്, ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് മിക്സിൽ വരുന്ന ഡിഫറൻറ്റ് എലമെൻറ്റ്സ്. ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മിക്സുകളിലും ഒന്നാണ് ഈ അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇത് സെയിൽസ് പ്രൊമോഷനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിങ്ങിൽ സെയിൽസ് പ്രൊമോഷൻ പ്രോഡക്റ്റ് സെയിലാവാൻ വേണ്ടി നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ഇൻ സെയിൽസ് പ്രൊമോഷൻ. മാർക്കറ്റിംഗ് ഫസ്റ്റ്
firms spend large amount of money for advertising. അപ്പോൾ മാർക്കറ്റിംഗ് മിക്സിലെ ഒരു എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എമൗണ്ട് ഈ അഡ്വർടൈസിങ്ങിന് വേണ്ടി ചിലവാക്കുന്നുണ്ട്. കാര്യം ഇതൊരു എസെൻഷ്യൽ എലമെൻ്റ് ആണ് മാർക്കറ്റിംഗ് മിക്സിലെ. ദെൻ ക്രിയേറ്റിവിറ്റി. നമ്മൾ അഡ്വർടൈസിങ്ങിന് ഒരു ആർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത് തന്നെ ഇതിന് ക്രിയേറ്റിവിറ്റി ആവശ്യമായതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം വളരെ ക്രിയേറ്റീവായിട്ട് ആണ് പല അഡ്വർടൈസിങ്ങും. വളരെ നമുക്കറിയാം, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട് അട്രാക്റ്റീവായിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, എല്ലാവർക്കും രസിക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയണം. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വേസ് അതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പുതിയ ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളിൽ തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള പ്രൊഫഷണൽസ് ആണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ അല്ലെങ്കിൽ അതിൻ്റെ നേച്ചറിൽ വരുന്നതാണ്. ദെൻ ഇറ്റ് ഈസ് കൺട്രോൾഡ്. അതായത് എല്ലാ കാര്യങ്ങളും അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ളി കൺട്രോൾഡ് ആണ്. അത് ഏത് സമയത്ത് വേണം, ഏത് പ്ലേസ് വേണം, എന്ത് മെസ്സേജാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതെല്ലാം ആസ് പെർ ദ ഡയറക്ഷൻ അനുസരിച്ചാണ്. സോ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് അത് പർപ്പസീവും പ്രൊഡക്റ്റീവുമാണ് ആക്കുന്നത് അതിന് എഫക്റ്റീവായിട്ടുള്ള കൺട്രോൾ ഉള്ളത് കൊണ്ടാണ്. അപ്പം ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അഡ്വർടൈസിങ്. അപ്പോൾ ഇങ്ങനെ 12 നേച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് അഡ്വർടൈസിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻവോൾവ്സ് പെർസ്വേഷൻ ആൻഡ് എക്സ്ചേഞ്ച്, മാസ് കമ്മ്യൂണിക്കേഷൻ, ഡിപ്പെൻഡൻസ് ഓൺ മീഡിയ, ദെൻ ഇറ്റ്സ് എ പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ, നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, existence of a sponsor, identifiable, target oriented, its art, science and profession, then element of marketing mix, creativity and controlled. നമുക്ക് നെക്സ്റ്റ് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ്സേ ആയിട്ട് നമുക്ക് വരാവുന്നതാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിങ്. എന്തിനു വേണ്ടിയാണ് ഈ അഡ്വർടൈസിങ്? ബേസിക് ആയിട്ടുള്ള അഡ്വർടൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ടാർഗറ്റ് മാർക്കറ്റിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ സപ്പോർട്ട് ചെയ്യുക, സെയിൽസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൺസ്യൂമേഴ്സിൽ എത്തിക്കുക എന്നുള്ളതാണ്. വെറുതെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതല്ല, വളരെ എഫക്റ്റീവായിട്ട് കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവരുടെ ബൈയിങ് ബിഹേവിയറെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ ഇൻഡ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ധർമ്മം. നമുക്കത് പല ഒബ്ജക്റ്റീവ്സ് പല രീതിയിൽ നമുക്ക് അഡ്വർടൈസിങ്ങിന് കാണാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ലോഞ്ചിങ് എ ന്യൂ പ്രോഡക്റ്റ്. ദറ്റ് ഈസ് ആൻ ഇൻഫോർമേറ്റീവ് ഒബ്ജക്റ്റീവ്. ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു കമ്പനി പുതിയതായിട്ടൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നില്ല, അവരത് വാങ്ങാനും അവർക്ക് കഴിയുന്നില്ല അല്ലേ. അപ്പം തീർച്ചയായിട്ടും ആ കമ്മ്യൂണിക്കേഷൻ എസെൻഷ്യൽ ആണ് ആ പ്രോഡക്റ്റ് വിൽക്കുന്നതിന് വേണ്ടി. അപ്പോൾ എനി പ്രോഡക്റ്റ് റിക്വേഴ്സ് വാം ഇൻട്രൊഡക്ഷൻ ഇൻ ദി ടാച്ച് പ്രോഡക്റ്റ്. നമുക്കറിയാം ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ കാണാറുള്ളത്. It provides all relevant information about the product to the potential consumers അല്ലെങ്കിൽ customers. Advertisement creates awareness among the potential customers about the new product and thereby build a base for it in the target market. അപ്പം ആ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിന് നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് ആളുകൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിമാൻഡ് വരുന്നത് എന്നുള്ളതെ ബേസ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് അതിൻ്റെ ഫെർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ അവർക്ക് ടാർഗറ്റ് മാർക്കറ്റ് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അപ്പം അത് ഒരു ഒബ്ജക്റ്റീവാണ് അഡ്വർടൈസിങ്ങിൻ്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവാണ്. പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ എത്തിക്കുക എന്നുള്ളത്. ദാറ്റ് ഇസ് വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്. ദെൻ ട്രയൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് കസ്റ്റമേഴ്സിനെ കൊണ്ടൊന്ന് ട്രൈ ചെയ്യിക്കണം, അതായത് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യിക്കണം ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട്. അപ്പം കമ്പനീസ് യൂസ് അട്രാക്റ്റീവ് ആഡ്സ് ടു ക്യാച്ച് ദ അറ്റൻഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ് ആൻഡ് പർച്ചേസ് ദ പ്രോഡക്റ്റ് ഫോർ ട്രയൽ. അത് ഉപയോഗിച്ച് നോക്കൂ എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റിന് സാധിക്കണം. അപ്പം അങ്ങനെ ട്രയൽ ചെയ്യിക്കുക എന്നുള്ളതും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ കണ്ടിന്യൂറ്റി. ഇനി അവർ ആ പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറായി, അത് ഉപയോഗിച്ചു വീണ്ടും അത് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ ഒരു മൈൻഡ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുക, അതാണ് കണ്ടിന്യൂറ്റി. The objective is concerned about maintaining the existing customers. Companies usually keep on bringing changes in their ads so that existing buyers keep buying their product. അപ്പോൾ അതിനുവേണ്ടി അഡ്വർടൈസ്മെൻറ്റിൽ പല ചേഞ്ചുകളൊക്കെ കമ്പനി കൊണ്ട്, അതായത് അത് ശ്രദ്ധിച്ച് ആ പ്രോഡക്റ്റ് മറന്നു പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് അവർ യൂസ് ചെയ്യണം, കസ്റ്റമേഴ്സ് യൂസ് ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂറ്റി നിലനിർത്താൻ, എക്സിസ്റ്റ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചെയ്യുക എന്നുള്ളതും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. The next objective is creation of demand or persuasive. That the main object of advertising is to
പെർസ്വേഡ് ദ കസ്റ്റമേഴ്സ് ടു ബൈ ദ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് കസ്റ്റമേഴ്സിനെ പ്രേരിപ്പിക്കുക, അങ്ങനെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഈ പ്രോഡക്റ്റിനൊരു നല്ല ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക ടാർഗറ്റ് മാർക്കറ്റിൽ. അതും അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ്. കസ്റ്റമേഴ്സിന് ഒരു പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സും ക്വാളിറ്റീസും എല്ലാം ഇൻഫോം ചെയ്ത് കസ്റ്റമേഴ്സിനെ ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുക. ദെൻ അനദർ ഒബ്ജക്റ്റീവ് ഈസ് ഗെറ്റിംഗ് അറ്റൻഷൻ. അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, അത് അട്രാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വളരെ എന്താണ് ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. റീഡബിൾ, ഇപ്പം ഇമേജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈലി റീഡബിൾ പ്രിൻറ്റ്സ്, കളേഴ്സ്, പിക്ചേഴ്സ്, ഇമേജസ്, ഡ്രോയിങ്സ്, ഡയഗ്രാംസ്, അതുപോലെ ഫോട്ടോസ് ഓഫ് സെലിബ്രിറ്റീസ്. പിന്നെ ക്യാപ്ഷൻസൊക്കെ വളരെ ആളുകൾ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ സൗണ്ട്സും സോങ്സും ഒക്കെ വളരെ അട്രാക്റ്റീവായിരിക്കും. നമ്മൾ പല മീഡിയാസിലും അങ്ങനെയുള്ള നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സുകളാണ് നമ്മൾ കാണാറുള്ളത്. അപ്പം അറ്റൻഷൻ കിട്ടുക എന്നുള്ളതും അഡ്വർടൈസിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദറ്റ് ഈസ് ഗെറ്റിംഗ് അറ്റൻഷൻ. ദെൻ പ്രോംപ്റ്റിംഗ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. കസ്റ്റമേഴ്സിനെ കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ എടുപ്പിക്കുക, പെട്ടെന്ന് അവരെ കൊണ്ടൊരു പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക. ഇപ്പം ചില ഓഫറുകളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കേട്ടപാടെ കസ്റ്റമേഴ്സ് അത് വാങ്ങാനായിട്ട് പോകാനൊരു ഡിസിഷൻ എടുക്കാൻ ഉള്ള കഴിവ് അഡ്വർടൈസ്മെൻറ്റിനുണ്ടായിരിക്കണം. അപ്പം ആഡ്സ് ട്രൈ ടു ലീഡ് പീപ്പിൾ ടു ഇമ്മീഡിയറ്റ് ആക്ഷൻ. അപ്പോൾ ഗിഫ്റ്റ് കൂപ്പൺ, ഡിസ്കൗണ്ട് ഓഫർ, അങ്ങനെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വരാറുള്ളത് പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിന് ഒരു ഡിസിഷൻ എടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ദെൻ റീപ്ലേസിങ് ലോസ്റ്റ് കസ്റ്റമേഴ്സ് ഓർ സ്വിച്ചിങ് ബാക്ക്. ഇപ്പം ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് മുമ്പൊക്കെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് ആകും, പക്ഷെ അവർ മറ്റുള്ള ബ്രാൻഡിലോട്ട് തിരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തിരിച്ച് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതിന് എന്ത് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം പീപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും ബ്രാൻഡ് പ്രിഫറൻസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പഴയ പ്രോഡക്റ്റിലേക്ക് തന്നെ ഈ കസ്റ്റമേഴ്സിനെ തിരിച്ചു വരിക എന്നുള്ളതും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അതിന് വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും. They use this advertisement strategies to bring back their previous customers. അപ്പം റീപ്ലേസിങ് ലോസ്റ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ ബ്രാൻഡ് സ്വിച്ച്. അതായത് മറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്ത് ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യുക. അപ്പം ബ്രാൻഡ് സ്വിച്ചാണ്. അപ്പം വേറൊരു ബ്രാൻഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്ത് ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. ദേ അഡോപ്റ്റ് സ്പെഷ്യൽ അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജീസ് ടു ഇൻഫ്ലുവൻസ് ദ കസ്റ്റമേഴ്സ് ഓഫ് ദ കോമ്പറ്റീറ്റേഴ്സ് ടു സ്റ്റിച്ച് ദെയർ എക്സിസ്റ്റിംഗ് ബ്രാൻഡ്സ്. അപ്പം അത് നമ്മളിങ്ങനെ പല അഡ്വർടൈസ്മെൻറ്റും കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ചില അഡ്വർടൈസ്മെൻറ്റ് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ചില അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും. അപ്പം ബ്രാൻഡ് സ്വിച്ചും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ റിമൈൻഡ്സ് ദ പബ്ലിക്. അതായത് അഡ്വർടൈസ്മെൻറ്റ് ഒരു റിമൈൻഡറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് പബ്ലിക്കിന് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് വാങ്ങണം എന്ന് കസ്റ്റമേഴ്സിനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഇറ്റ് ട്രൈസ് ടു റീഇൻഫോഴ്സ് ദ പ്രീവിയസ് സെയിൽസ് പ്രൊമോഷൻ ബൈ കീപ്പിംഗ് ദ നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദി മാർക്കറ്റ്. അതിൻ്റെ ആ പേര് എപ്പോഴും പല പ്രോഗ്രാംസുകളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ പ്രോഡക്റ്റിൻ്റെ പേരുകൾ നമ്മൾ റിപ്പീറ്റഡായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പബ്ലിക്കിന് ആ പ്രോഡക്റ്റിനെ കുറിച്ച് റിമൈൻഡ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഇൻഫ്ലുവൻസ് ദ കസ്റ്റമേഴ്സ് ഇൻ ദെയർ പർച്ചേസ് ഡിസിഷൻ. അപ്പോൾ ആ പേര് വീണ്ടും വീണ്ടും റിമൈൻഡ് ചെയ്യിക്കുന്നതിലൂടെ കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ദെൻ ഫേസിങ് ദ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വേ ആണ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെയിം പ്രോഡക്ട്സുകളുടെ തന്നെ പല ബ്രാൻഡുകളുടെ അഡ്വർടൈസ്മെൻറ്റ്സുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിനേക്കാൾ മികച്ച രീതിയിലായിരിക്കും വേറൊരു അഡ്വർടൈസ്മെൻറ്റ് കാണുക.
അപ്പം ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സിൽ ആളുകൾ വീഴാറുണ്ട്. അപ്പം ഈ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻസിൽ ഒരു ബ്രാൻഡ് ഇമേജ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ലോയൽറ്റി കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ അഡ്വർടൈസ്മെൻറ്റിന് വലിയ പങ്കുണ്ട്. അപ്പം അഡ്വർടൈസ്മെൻറ്റിലൂടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ അങ്ങനെ ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദ കോമ്പറ്റീറ്റേഴ്സ് ടു ചേഞ്ച് ഇറ്റ്. മറ്റ് കോമ്പറ്റീറ്റേഴ്സിന് അത് ചേഞ്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഈ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റ് ഒരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഇംപ്രൂവിങ് ഗുഡ് വിൽ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു യുണീക്ക് ഇമേജ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തീർച്ചയായിട്ടും മാർക്കറ്റ് ആക്സസിബിലിറ്റിയും ഗുഡ് വില്ലും ആ പ്രോഡക്റ്റിൻ്റെ ഗുഡ് വില്ലും മാർക്കറ്റ് ആക്സസിബിലിറ്റിയും കൂട്ടാനായിട്ട് അത് സഹായിക്കും. അപ്പം ഗുഡ് വില്ല് ഇമ്പ്രൂവ് ചെയ്യാനും അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ദെൻ ഇൻഫോമിങ് ദ ചേഞ്ചസ് ടു ദ കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റിന് എന്തെങ്കിലും ചേഞ്ചസ്, ഇപ്പോൾ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാകും. ഇപ്പോൾ വളരെ വില കുറഞ്ഞ വിലയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റ് അതിൻ്റെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ച് വന്നാൽ, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, സൈസിൽ വ്യത്യാസമുണ്ട്, വെയിറ്റ്, ബ്രാൻഡ്, പാക്കിംഗ് ഇതിലൊക്കെ ഡിഫറൻസ് വരുമ്പോഴത്തേക്കും അത് കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യാനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് വരാറുണ്ട്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് ഇതുപോലെയുള്ള ചേഞ്ചസ് കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവും കൂടിയുണ്ട്. അടുത്തത് കൗണ്ടർ ബാലൻസിങ് ദ അഡ്വർടൈസിങ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. സിമിലർ പ്രോഡക്റ്റുകളുടെ തന്നെ പല ബ്രാൻഡുകളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിനെ വളരെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അടുത്ത അഡ്വർടൈസ്മെൻറ്റ് വരിക. ഇപ്പം നമ്മൾ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഈ അംബ്രല്ലാസിൻ്റെയും ബാഗുകളുടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് വരുന്ന അഡ്വർടൈസ്മെൻറ്റിനെ മികച്ചു നിൽക്കുന്ന രീതിയിലാണ് അടുത്ത ഒരു ബ്രാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ കാണാറുള്ളത്. അപ്പം അതായത് ഒരു അഡ്വർടൈസ്മെൻറ്റിനും വലിയൊരു എഫക്റ്റ് ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് ആ പ്രോഡക്റ്റിൻ്റെ തന്നെ മറ്റൊരു ബ്രാൻഡ് എന്ത് ചെയ്യും, അതിനേക്കാളും മികച്ചൊരു അഡ്വർടൈസ്മെൻറ്റ് ഇടാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ കൗണ്ടർ ബാലൻസ് ആവാൻ, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഫക്റ്റ് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കും. കോമ്പറ്റീറ്റേഴ്സിനെ പരസ്പരം അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് അവർ കൗണ്ടർ ബാലൻസ് ചെയ്ത് പോകുന്നത്, ആ ഒരു കോമ്പറ്റീഷൻ. അപ്പം അഡ്വർടൈസിങ് എന്ന് പറയുന്നത് പരസ്പരം പല ബ്രാൻഡുകൾക്കും അവരുടെ ആ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഒരു സ്ട്രാറ്റജിയാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. When competitors are adopting intensive advertising as their promotional strategy, it is necessary to follow similar practices to deactivate its effect in the market. അപ്പം കോമ്പറ്റീറ്റേഴ്സ് ഏത് അഡ്വർടൈസ്മെൻ്റ് ആണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എഫക്റ്റ് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതുപോലെയുള്ള പ്രാക്ടീസസ് തന്നെ മറ്റ് ബ്രാൻഡുകളും യൂസ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ പ്രിവെൻറ്റിംഗ് ദ എൻട്രി ഓഫ് സിമിലർ പ്രോഡക്ട്സ്. അപ്പം ഒരു പ്രോഡക്റ്റിന് ഒരു മൊണോപ്പൊളി ബിൽഡ് ചെയ്യാനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ടാർഗറ്റ് മാർക്കറ്റിൽ ആ ഒരു പ്രോഡക്റ്റ് തന്നെ കസ്റ്റമേഴ്സ് വാങ്ങണം എന്നുള്ള രീതിയിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ, മറ്റുള്ള പ്രോഡക്റ്റുകൾ ഈ ഒരു ഇതിലോട്ട് വരാനായിട്ട് മടിക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്. അപ്പം ദിസ് വിൽ ഹെൽപ്പ് ദ കമ്പനി ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് സിമിലർ പ്രോഡക്ട്സ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് വലിയൊരു ഇമേജിൽ നിൽക്കുമ്പോൾ വേറൊരു പുതിയ പ്രോഡക്റ്റ് ഈ ഒരു മാർക്കറ്റിലോട്ട് വരാനായിട്ട് മടിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു എൻട്രി തടയുക എന്നുള്ളതും അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമാണ്. ദെൻ സപ്പോർട്ടിങ് സെയിൽസ്മാൻ. തീർച്ചയായിട്ടും ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പറഞ്ഞ് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്ത് ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൂടെ കസ്റ്റമേഴ്സിനെ കൊണ്ട് പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുക എന്നുള്ളത് ഒരു സെയിൽസ്മാൻ്റെ ധർമ്മമാണ്. അപ്പോൾ ആ ഒരു ധർമ്മത്തിന് സെയിൽസ്മാനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് ഈ പ്രോഡക്റ്റിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സിൽ സെയിൽസ്മാനെ സപ്പോർട്ട് ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റ് നിൽക്കുന്നുണ്ട്. ദ ഗോൾ ഓഫ് അഡ്വർടൈസിങ് ഇസ് ടു സപ്പോർട്ട് ദ എഫേർട്സ് ഓഫ് സെയിൽസ് പേഴ്സണൽ ഇൻ ദർ സെല്ലിംഗ് എഫേർട്സ്. ദ ഗെറ്റ് റെഡി ബയേഴ്സ് അറ്റ് ദ ബിസിനസ് കൗണ്ടേഴ്സ് ബിക്കോസ് ഓഫ് ദി ഇമ്പാക്റ്റ് ഓഫ് ആഡ്സ്. ആഡ്സിലൂടെ അവർക്ക് നേരിട്ട് തന്നെ ഈ കസ്റ്റമേഴ്സിനെ കിട്ടാൻ എളുപ്പമാകുന്നു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ജനറലായിട്ട് അഡ്വർടൈസിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് നോക്കാം. എന്താണ് ഇമ്പോർട്ടൻസ്, അഡ്വർടൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനു വേണ്ടിയാണ് പല കമ്പനീസും അഡ്വർടൈസിങ് ഒരു സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് കമ്പനിക്ക് മാത്രമല്ല, പിന്നെ കൺസ്യൂമേഴ്സിനും അതുപോലെ തന്നെ സൊസൈറ്റിക്കും പല ബെനിഫിറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് അഡ്വർടൈസിങ്ങിനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. നമ്മളിതിനകത്ത് പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻസ് ടു കസ്റ്റമേഴ്സ്, ദെൻ ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ്. അതായത് കമ്പനി ബേസ് ചെയ്ത് നോക്കുമ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് ബെനിഫിറ്റ്സ് ടു ദ സൊസൈറ്റി ഓൾസോ. സൊസൈറ്റിക്കും ഒരുപാട് ബെനിഫിറ്റ്സ് അഡ്വർടൈസിങ് കൊണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ പറയാറുണ്ട്, കമ്പനീസ് ഒരുപാട് അഡ്വർടൈസിങ്ങിന് വേണ്ടി ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും കമ്പനി അഡ്വർടൈസിങ്ങിൽ ഒരുപാട് സ്പെൻഡ് ചെയ്യാതെ ഫണ്ട് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത് വളരെ ഫൂളിഷായിട്ടുള്ളൊരു തോട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം സമയം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ആ ക്ലോക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാലും സമയം പൊയ്ക്കൊണ്ടിരിക്കത്തില്ല. അപ്പോൾ അത് അഡ്വർടൈസ്മെൻറ്റ് അത്രയും ഫൂളിഷായിട്ടുള്ള ഒരു തോട്ടാണ്. അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി അധികം ക്യാഷ് ചിലവാക്കാതിരിക്കുക എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസിങ്ങിലൂടെ മാത്രമേ കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ എത്ര ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് കൊടുത്താലും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അതിനെക്കുറിച്ചൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാതെ കസ്റ്റമേഴ്സ് അത് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ സെയിൽസ് അത്രയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് അത്രയധികം റോളാണ് ഉള്ളത്. ഇറ്റ്സ് എ ഫേവറബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രോഡക്റ്റ് ടു മേക്ക് കസ്റ്റമേഴ്സ് അവെയർ ഓഫ് ഇറ്റ്. കസ്റ്റമേഴ്സിന് ആ പ്രോഡക്റ്റിനെ കുറിച്ച് അവെയർ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അങ്ങനെ അവെയർ ആക്കുന്നതിൻ്റെ ഏറ്റവും ഫേവറബിളായിട്ടുള്ള ഒരു ഇതാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് ഓരോ കാറ്റഗറി വൈസ് നമുക്ക് പറയാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു കസ്റ്റമേഴ്സാണ്. അപ്പം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബെനിഫിറ്റ്സ് അഡ്വർടൈസിങ്ങിലൂടെ കിട്ടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഓഫേഴ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ. കസ്റ്റമേഴ്സ് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി കമ്പനി ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസിങ്ങിലൂടെ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് അവെയർ ആവാൻ കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയില്ല, അല്ലേ? അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണ്, പല ബ്രാൻഡുകളുടെ പല ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിന് കിട്ടുന്നതിലൂടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ചോയ്സ് സെലക്ട് ചെയ്യാൻ, അപ്പം അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും, അതുപോലെ തന്നെ പല അഡ്വർടൈസ്മെൻറ്റിലൂടെയും കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അവെയർ ആക്കാൻ, ഇപ്പം ക്ലീൻലിനെസ്സിനെ കുറിച്ച് അല്ലേ, ക്ലീൻലിനെസ്സിനെ കുറിച്ചും അതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും കസ്റ്റമേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ അഡ്വർടൈസിങ് സഹായിക്കുന്നുണ്ട്. അപ്പം ഇറ്റ് ഓഫേഴ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ ടു ദ കസ്റ്റമേഴ്സ്. ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് ചോയ്സ്. നമ്മൾ പറഞ്ഞു പല ബ്രാൻഡുകളുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ മീഡിയാസിൽ കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏതാണ് എന്നുള്ളത് കസ്റ്റമേഴ്സിന് ഡിസിഷൻ എടുക്കാൻ ഈ അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. പല ആളുകൾക്കും പല പ്രിഫറൻസ് ആയിരിക്കും. എല്ലാ ആളുകളും ഒരേപോലത്തെ പ്രോഡക്റ്റ് ചൂസ് ചെയ്യത്തില്ല. അപ്പോൾ അവരവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ച് ബെസ്റ്റ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ അഡ്വർടൈസിങ് സഹായിക്കുന്നുണ്ട്. കാര്യം എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും അഡ്വർടൈസ്മെൻറ്റിലൂടെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് ദിസ് ഹെൽപ്സ് ദ കസ്റ്റമേഴ്സ് ടു കമ്പയർ ദ പ്രോഡക്റ്റ് ആൻഡ് സെലക്ട് ദ പ്രോഡക്റ്റ് that matches their preference. Then convenience. അഡ്വർടൈസ്മെൻറ്റ് കസ്റ്റമേഴ്സിന് ഒരുപാട് കൺവീനിയൻ്റ് ആക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എവിടെ അവൈലബിൾ ആകും, പിന്നെ അത് ഏതൊക്കെ സ്റ്റോഴ്സുകളിലാണ് സാധാരണ കിട്ടുക, അതിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിനെ ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഇൻഫർമേഷൻ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺവീനിയൻസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ദെൻ എഡ്യൂക്കേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. പല കാര്യങ്ങളിലും നോളജ് പ്രൊവൈഡ് ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റിന് സാധിക്കുന്നുണ്ട്. ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ പല യൂസുകളെക്കുറിച്ച് അത് എങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെയൊക്കെയുള്ള പല ഇൻഫർമേഷനും, അതുപോലെ തന്നെ സേഫ്റ്റിയെക്കുറിച്ചും ഒരു പ്രോഡക്റ്റിൻ്റെ പർപ്പസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് കസ്റ്റമേഴ്സ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്, ഇന്ന ഒരു യൂസിനൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട്, അത് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പല രീതിയിൽ കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ട് 4 രീതിയിലാണ് കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടൻസ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. അപ്പം ഇറ്റ് ഓഫേഴ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ ടു കസ്റ്റമേഴ്സ്, ദെൻ ഇറ്റ് പ്രൊമോട്ട്സ് ചോയ്സ്, കൺവീനിയൻസ് ആൻഡ് എഡ്യൂക്കേറ്റ് ദ കൺസ്യൂമേഴ്സ്.
നമുക്കിനി അടുത്തത് നോക്കാം. ദാറ്റ് ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് നമ്മൾ പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. മാർക്കറ്റിങ്ങിൽ പിന്നെ അഡ്വർടൈസിങ് ആണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് നമുക്ക് പറയാം. പ്രൊഡ്യൂസേഴ്സ് പിന്നെ എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ടാണ് അഡ്വർടൈസിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. അവരുടെ പ്രോഡക്റ്റ് പ്രൊമോഷനും ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷനും അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, പ്രോഡക്റ്റ് ലോഞ്ചിങ്. ഒരു കമ്പനിക്ക് ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ അഡ്വർടൈസ്മെൻ്റ് ആണ് അതിനൊരു ഒരു ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് ആ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കാൻ കമ്പനിയെ സഹായിക്കുന്നത് അഡ്വർടൈസിങ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ലോഞ്ചിങ് മാർക്കറ്റിങ്ങിൻ്റെ പ്രോഡക്റ്റ് ലോഞ്ചിങ് അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിന് അഡ്വർടൈസിങ് സഹായിക്കുന്നുണ്ട്. ദെൻ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. അപ്പം കൺസ്യൂമേഴ്സിന് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ റെലവൻറ്റ് ഇൻഫർമേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് അഡ്വർടൈസിങ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻഫോം ആൻഡ് എഡ്യൂക്കേറ്റ് ദ ബയേഴ്സ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹാൻഡ്ലിങ് യൂസിങ് ദ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലും കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലും അഡ്വർടൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ആണ്. നെക്സ്റ്റ്, ഡിമാൻഡ് ക്രിയേഷൻ. അഡ്വർടൈസിങ് കസ്റ്റമേഴ്സിനെ ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് നല്ല രീതിയിൽ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് സെയിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഡിമാൻഡ് ക്രിയേഷൻ. ദെൻ പ്രൈസ് ഇൻഫർമേഷൻ. പ്രോഡക്റ്റിനെ കുറിച്ച് പ്രൈസ് ഇൻഫർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി ചിലപ്പം ഒരു പ്രോഡക്റ്റ് വളരെ ക്വാളിറ്റിയിലായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ വളരെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് കൂടിയായിരിക്കും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ അതിൻ്റെ പ്രൈസ് ചിലപ്പോൾ കുറച്ച് കൂടിയിരിക്കും. ആ പ്രൈസ് കൂടിയിരിക്കുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് ചിന്തിക്കും, മറ്റുള്ള ബ്രാൻഡൊക്കെ വളരെ വില കുറച്ച് അവൈലബിൾ ആണ്, അപ്പോൾ ആ ബ്രാൻഡ് വാങ്ങുന്നതല്ലേ നല്ലതല്ലേ എന്ന് കസ്റ്റമേഴ്സ് തീരുമാനിക്കും. കാര്യം പ്രൈസ് കുറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും കസ്റ്റമേഴ്സിന് ഒരു അട്രാക്ഷനാണ്. പക്ഷേ കസ്റ്റമേഴ്സിന് ഈ ഒരു പ്രൈസ് എന്തുകൊണ്ടാണ് കൂടിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൺവിൻസ് ചെയ്യിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു വേ ആണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ബ്രാൻഡിന് ഇത്രയധികം വില? കാര്യം അത്രയും ക്വാളിറ്റിയാണ്, മറ്റുള്ളവയേക്കാൾ ഇത് വാങ്ങിച്ചാൽ വളരെയധികം ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് കസ്റ്റമേഴ്സിന് കൺവിൻസ് ചെയ്യുകയും ആ വില കൂടിയിരുന്നാൽ കൂടിയും ഈ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ അഡ്വർടൈസ്മെൻറ്റിന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ പ്രൈസ് ഇൻഫർമേഷൻ, എന്തുകൊണ്ടാണ് ആ പ്രൈസ് അതിനെ ന്യായീകരിക്കുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റിന് സാധിക്കും എന്നുള്ളതാണ്. ദെൻ പ്ലേസ് ഇൻഫർമേഷൻ. എവിടെയൊക്കെ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, ഇതിൻ്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എവിടേക്കാണ് എന്നുള്ള ഇൻഫർമേഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട് കമ്പനിയെ. ദെൻ മാനേജിങ് കോമ്പറ്റീഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏറ്റവും നന്നായിട്ട് കോമ്പറ്റീഷൻ കൗണ്ടർ ബാലൻസ് ചെയ്യാനൊക്കെ അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് റോളായിട്ട് പ്ലേ ചെയ്യുന്ന ഒന്നാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു എഫക്റ്റീവ് അഡ്വർടൈസ്മെൻറ്റിലൂടെ കമ്പനീസിന് ഈസി ആയിട്ട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ സാധിക്കുകയും നല്ലൊരു ബ്രാൻഡ് ഇമേജും ബ്രാൻഡ് ലോയൽറ്റിയും കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ദെൻ ഇമ്പോർട്ടൻറ്റ് ഇൻ പാക്കേജിങ്. സാധാരണയായിട്ടൊരു പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നഷ്ടപ്പെടാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ ഒരു പാക്കേജിങ് ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാര്യം എല്ലാ പാക്കേജിങ്ങിലും ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആണ്. അപ്പം ആ പാക്കേജിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് കമ്പനീസ് കൊടുക്കാറുണ്ട്, അട്രാക്റ്റീവ് പാക്കേജസ് ആക്കാൻ. കാര്യം ആ പാക്കേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് സെർവ് ചെയ്യുന്നുണ്ട്. കീ റോൾ ഇൻ പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലൊരു പ്രത്യേക സ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് കീ റോൾ പൊസിഷനിങ് എന്ന് പറയുന്നത്. അതായത് ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് എ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഓഫ് ദി ബ്രാൻഡ്സ് ഇൻ ദി മൈൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. മറ്റു ബ്രാൻഡുകളേക്കാൾ ഒക്കെ പ്രത്യേക തരത്തിൽ ഈ ബ്രാൻഡിന് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് അങ്ങനെ ഒരു പൊസിഷനിങ് സാധ്യമാകുന്നത്. കീ റോൾ പൊസിഷനിങ്ങിലും അഡ്വർടൈസ്മെൻറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിങ്ങിനെ സഹായിക്കുന്ന ഇതെല്ലാം മാർക്കറ്റിംഗ് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. മാർക്കറ്റിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് പ്ലേസ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദി സൊസൈറ്റിയിൽ ഒരുപാട് റോൾ അഡ്വർടൈസിങ് ചെയ്യുന്നുണ്ട്.
അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇപ്പോൾ മോഡേൺ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു അഡ്വർടൈസിങ് ഇല്ലാതെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പബ്ലിക് സൊസൈറ്റി ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അവെയർ ആകുന്നില്ല. അപ്പം ഏതൊക്കെ രീതിയിലാണ് ഈ സൊസൈറ്റി അഡ്വർടൈസ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. അപ്പോൾ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് പല ഫീൽഡിനും അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിസൈനിങ്, റൈറ്റിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ പല അഡ്വർടൈസിങ്ങിൻ്റെ തന്നെ പല ഫീൽഡിലും ഡയറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇൻഡയറക്റ്റ്ലി പല കമ്പനീസിനെയും അഡ്വർടൈസ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പം ഓരോ കമ്പനീസും ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത്രയധികം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പം അത് സൊസൈറ്റിയിലുണ്ടാകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ്. അടുത്തത് ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇപ്പം കസ്റ്റമേഴ്സിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പം ഓരോ പ്രോഡക്റ്റുകളും ഏതൊക്കെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അതിൻ്റെ യൂസസ് ഒക്കെ എന്താണ് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി കസ്റ്റമേഴ്സ് ഇത് വാങ്ങാൻ തയ്യാറാകുന്നു. അപ്പോൾ അവരുടെ ലൈഫ് അത്രയും ബെറ്റർ ആകുന്നു. ഇപ്പോൾ ഇന്ന പർപ്പസുകൾക്കൊക്കെ ഇന്ന പ്രോഡക്റ്റുകളുണ്ട്, ഇത്രയും നല്ല ഇമേജ് ഉണ്ടാക്കാവുന്ന പ്രോഡക്റ്റുകളൊക്കെ മാർക്കറ്റിലുണ്ട് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള അവയർനെസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പം ഈ പ്രോഡക്റ്റൊക്കെ അവർ വാങ്ങി ഉപയോഗിക്കുന്നു അല്ലേ. അപ്പം അങ്ങനെ അവരുടെ ലൈഫ് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നു. അപ്പോൾ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇതിൽ വലിയൊരു റോള് അഡ്വർടൈസ്മെൻറ്റിനുണ്ട്. ദെൻ സസ്റ്റൈൻസ് ദ മീഡിയയ്ക്ക് പല മീഡിയാസ് ഉണ്ട്, പല ഓരോ ചാനൽസുകളുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു റവന്യൂ ആണ് അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്. പല ചാനൽസുകളും ഈ പ്രോഗ്രാംസുകളൊക്കെ വരുന്നത് ഈ അഡ്വർടൈസ്മെൻ്റ് ആണ് അവരുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ടു പ്രിൻറ്റ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ. ഇലക്ട്രോണിക് മീഡിയാസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റവന്യൂ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റുകൾ വഴി അവർക്ക് ഇൻകം കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് പല പുതിയ ചാനൽസ് കാണാൻ പറ്റുന്നത്, അതുപോലെ ന്യൂസുകൾ കിട്ടുന്നത്, പല ഇൻഫർമേഷൻ കിട്ടുന്നത്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, എൻ്റർടൈൻമെൻറ്റ്സ്, നമ്മൾക്ക് ഇതൊക്കെ കിട്ടുന്നത് അവർക്ക് ഈ ഒരു റവന്യൂ കിട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ മീഡിയയെ സസ്റ്റെയിൻ ചെയ്യുന്നതിൽ അഡ്വർടൈസ്മെൻറ്റിൽ ഒരു റോളുണ്ട്. ദെൻ ഇൻസെൻറ്റീവ് ടു വർക്ക്. അപ്പം അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സാണെന്ന് നമുക്ക് പറയാം. കാര്യം ആളുകളൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത് ക്യാഷ് ഇല്ലാതെ നമുക്ക് ഈ പ്രോഡക്റ്റുകളൊന്നും വാങ്ങാൻ പറ്റില്ല അല്ലേ. നമുക്ക് ക്യാഷ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് ഏൺ ചെയ്ത് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു ബ്രാൻഡ് അത് ഭയങ്കര കാശുള്ളവർ വാങ്ങുന്നതാണ് എങ്കിൽ എനിക്കും അതുപോലെ ആ ബ്രാൻഡ് വാങ്ങണം. അങ്ങനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പം ആ വർക്ക് ചെയ്യാൻ ഒരു ഇൻസെൻറ്റീവാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടല്ലേ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൽ അട്രാക്റ്റീവ് ആയത്. അപ്പം അതുകൊണ്ട് ആളുകളെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സായിട്ട് അഡ്വർടൈസിങ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ആർട്ട് ആൻഡ് കൾച്ചർ. അഡ്വർടൈസ്മെൻറ്റ്സ് പലതും വളരെ അട്രാക്റ്റീവ് ആണെന്നുള്ളത് വളരെ ക്രിയേറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ആളുകളുടെ സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അഡ്വർടൈസിങ് പ്രൊമോട്ട്സ് ദ ക്രിയേറ്റീവ് സ്കിൽസ് ഓഫ് പീപ്പിൾ റിക്വയർഡ് ഇൻ ഡിസൈനിങ് ആൻഡ് ഡെവലപ്പിംഗ് അഡ്വർടൈസ്മെൻറ്റ്. കൊമേഴ്ഷ്യൽ ആർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ലാർജ്ലി ദ ക്രിയേഷൻ ഓഫ് അഡ്വർടൈസിങ്. അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ദെൻ എൻ്റർടൈൻമെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. പല സ്പോൺസേർഡ് പ്രോഗ്രാംസും ടെലിവിഷനിലും റേഡിയോയിലും ഒക്കെ വരുന്നത് വളരെ പോപ്പുലർ ആകുന്നത് ആ എൻ്റർടൈൻമെൻറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിസ്റ്റിക് നേച്ചർ കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ വരാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? അഡ്വർടൈസ്മെൻറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അതുപോലെ ഈ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് ആൻ എൻ്റർടൈൻമെൻറ്റും കൂടിയാണ്. നമുക്ക് അതിൻ്റെ സൗണ്ട് കൊണ്ടും അല്ലേ ഒക്കെ പല രീതിയിൽ അത് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് സൊസൈറ്റിയിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം 3 രീതിയിലാണ് പറയുന്നത്. കസ്റ്റമേഴ്സിന് നമ്മൾ കുറച്ച് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് അത്. ഓരോന്നും പോയിൻ്റ് വൈസ് നമ്മൾ പറഞ്ഞു. അതുപോലെ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ, അതുപോലെ പബ്ലിക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാൻ, മീഡിയ സസ്റ്റെയിൻ ചെയ്യാൻ, ദെൻ ഇൻസെൻറ്റീവ് ടു വർക്ക്, ദെൻ ആർട്ട് ആൻഡ് കൾച്ചർ, എൻ്റർടൈൻമെൻറ്റിനൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ റോളുണ്ട്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ്. ഇത് നമുക്ക് 15 മാർക്കിന് ചോദിക്കാവുന്ന ഒരു എസ്സേ ആണ്.